നേഴ്സുമാരുടെ വേതനം ഉയർത്തിയാൽ ആശുപത്രി ചിലവ് പിന്നെയും കൂടുമെന്നും അത് രോഗികൾക്ക് താങ്ങാനാവുന്നതിലപ്പുറമാകുമെന്നും ആൾ കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെയോ മറ്റോ ഒരു പത്രസമ്മേളനമോ വാർത്താസമ്മേളനമോ കാണാൻ ഇടയായി. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ നിലവിൽ രോഗികൾക്ക് യാതൊരു പ്രയാസവുമില്ലാത്ത താങ്ങാവുന്ന വളരെ മാന്യമായ ചികിത്സാ ചെലവാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പോവും. എന്ന് മാത്രമല്ല, ഈ പകലന്തിയോളം പണിയെടുക്കുന്ന ഈ നേഴ്സുമാർക്ക് എന്തെങ്കിലും കൊടുത്തുപോയാൽ രോഗികളുടെ കാര്യം വലിയ കട്ടപ്പുകയാകും എന്ന് ഉത്കണ്ഠപ്പെടുന്ന ഈ ആശുപത്രി അറവുകാരുടെ രോദനം വളരെ വിചിത്രവും രസകരവുമായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ തന്നെ എല്ലാ അർത്ഥത്തിലും എല്ലാ പരിശോധനകളിലൂടെയും പിന്നെ അതിൻ്റെ അപ്പുറത്തെ കമ്മീഷനുകളിലൂടെയും ചികിത്സിക്കുന്ന ഡോക്ടർക്ക് ഇത്ര പെർസെൻറ്റേജും ഓപ്പറേഷൻ ഇത്ര പെർസെൻറ്റേജും പിന്നെ അതുകൂടാതെ വിൽക്കുന്ന മരുന്നുകൾക്കും പരിശോധിക്കുന്ന ലാബുകൾക്കുമടക്കം കമ്മീഷൻ വാങ്ങുന്ന ഒരുപാട് പേർ ഈ വലിയ അറവുകാരോടൊപ്പം ചെറിയ കച്ചവടക്കാരായി ജോലി ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും ഇവർക്ക് ഉത്കണ്ഠയില്ല. മറിച്ച് ഓളേമുക്കാ കായ്ക്ക് രാപകലില്ലാതെ ഈ രോഗികളുടെ അടുത്ത് ഓടി നടന്ന് ഊണുമുറക്കവുമില്ലാതെ കഷ്ടപ്പെടുന്ന ഇവർക്കെന്തെങ്കിലും കൊടുക്കുന്നതിലാണ് വലിയ പ്രയാസം. ഒരു രോഗിയുടെയും ചെലവ് കൂട്ടാതെ തന്നെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന കൊള്ള ലാഭത്തിൽ നിന്ന് ന്യായമായ വേതനം ഇവർക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ വെള്ളവസ്ത്രം ധരിച്ച അടിമകളെപ്പോലെ വർഷങ്ങളായി ഇവരെ പീഡിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം അല്പം വേതനമൊന്ന് ഉയർത്തി ഇടക്കാലത്ത്. അത് ഉയർത്തിയപ്പോൾ ചെയ്ത പരിപാടി എന്താ? എല്ലാ സെഗ്മെൻറ്റിലും ഈ നേഴ്സ് പേഷ്യൻ്റ് എന്ന് പറയുന്നതിൻ്റെ അനുപാതം ഗണ്യമായി അങ്ങ് കുറച്ചു. എന്നുവെച്ചാൽ പണ്ട് 5-6 പേഷ്യൻറ്റിനാണ് അല്ലെങ്കിൽ 3-4 പേഷ്യൻറ്റിനാണ് ഒരു നേഴ്സ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 10-12 പേഷ്യൻറ്റുമാർക്കാക്കുന്ന രീതിയിലേക്ക്, ഞാൻ അതിൻ്റെ കൃത്യമായ എണ്ണമല്ല പറഞ്ഞത്, അത്തരത്തിലുള്ള വ്യത്യാസം അതിൽ വരുത്തി. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ശരീരം പൊട്ടാത്ത ഒരു രോഗിയുണ്ടെങ്കിൽ നിങ്ങൾ നേരെ IC യൂണിറ്റിൽ കിടത്തിയാൽ മതി. അവർ പൊട്ടി റെഡിയാക്കി 10 ദിവസം കഴിയുമ്പോൾ പുറത്തിറക്കാം. എന്താ കാര്യം? ഈ വലിയ തടിമാടന്മാരായ നല്ല കാശ് ചെലവാക്കി വലിയ ആശുപത്രികളിൽ വന്ന് കിടക്കുന്ന രോഗികളായ ആളുകളെ ഈ പൊക്കാനും താഴ്ത്താനും തിരിച്ചു കിടത്താനും ഒന്നും ഒരു എന്താ പറയുന്നത് ഉണങ്ങി മെലിഞ്ഞ ഒരു പാവം സിസ്റ്റർക്കോ 1-2 പേർക്കോ കഴിയാത്തതാണ് സ്ഥിതിവിശേഷം. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെടുക്കാവുന്നതിനേക്കാൾ വലിയ കാളവണ്ടിയിൽ പണിയെടുക്കുന്ന നുകത്തിൽ കെട്ടിയിരിക്കുന്ന 2 കാളകളെപ്പോലെയാണ് പല നേഴ്സിംഗ് സ്റ്റേഷനിലും ഇരിക്കുന്ന നേഴ്സുമാർ. അവർക്ക് ന്യായമായ വേതനം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നില്ലെങ്കിൽ പൊതുജനത്തിൽ നിന്ന് നല്ല കാലിബറുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരും അതുപോലെയുള്ള ആളുകളും ഉണ്ട്. അവരെ വിട്ടുതരാം. എന്നിട്ട് സ്ഥാപനത്തിൻ്റെ ആകെ ലാഭനഷ്ട കണക്കുകൾ എടുക്കുമ്പോൾ ഇവർക്ക് കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അധിക ഭാരം നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് കുറയുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നു, നിങ്ങൾ വലിയ കഷ്ടപ്പാടിലേക്ക് പോകും, പട്ടിണിയിലേക്ക് പോകുമെങ്കിൽ ഈ ആശുപത്രികളുടെ ഫ്രണ്ടിൽ ഒരു ഭിക്ഷപാത്രം വെച്ചാൽ മതി. വരുന്ന രോഗികൾ അതിലേക്ക് ഇട്ട് തരും. കാരണം ഞങ്ങൾക്കിടുന്നതിന് പ്രയാസമില്ല. ഒരാളിനെ കൊണ്ടുവന്ന് കിടത്തിയാൽ 35-40 ലക്ഷം രൂപ യാതൊരു ഉളുപ്പുമില്ലാതെ പിടിച്ചു വാങ്ങി കൊള്ള ചെയ്യുന്നത് പോലെ ഒപ്പിച്ച ശേഷം അത് തീരുമ്പോൾ ഇനി ചികിത്സിച്ചാൽ ഫലമൊന്നുമില്ലെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് കുറിപ്പടി എഴുതി വെക്കുന്ന കേന്ദ്രങ്ങളെ ആശുപത്രികൾ എന്ന് പറയുന്നതിനേക്കാൾ പലതിനെയും അറവുശാലകൾ എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം. എന്നിട്ടാണ് അത് രോഗികളുടെ വലിയ ചെലവുയർത്തുമെന്ന് വലിയ മനോവിശാലത പ്രകടമാക്കുന്നത്. ഡോക്ടർമാരെ കൊണ്ടുവന്നിരുത്തി അവർക്ക് ലക്ഷങ്ങൾ നൽകുന്നതിലും പിന്നെ അതുകൂടാതെ ഓപ്പറേഷന് കമ്മീഷൻ നൽകുന്നതിലും പിന്നെ അതിൻ്റെ ആനുപാതികമായ വരവിനനുസരിച്ച് മാത്രം അവർക്ക് ആനുകൂല്യം നൽകുമ്പോൾ അതിൻ്റെ മുഴുവൻ സ്കാനിങ്ങും എക്സ്റേയും പരിശോധനയും വേണ്ടതും വേണ്ടാത്തതുമെല്ലാം സഹിക്കുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം യുവത്തുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിന് അല്പം കൂടി തന്നാലും വിഷമമൊന്നുമില്ല. കാരണം എന്താ? അവർ 24 മണിക്കൂറും ഈ രോഗികളുടെ അടുത്ത് നിന്ന് അവരുടെ വിഷമവും സങ്കടവും ബൈസ്റ്റാൻഡറുടെ തെറിവിളിയും ഒക്കെ കേൾക്കുന്നവരാണ്. പലരും വിളിച്ചാലുടൻ നേഴ്സ് എത്തിയില്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ ചൂടാവും, രോഗിയുടെ ബൈസ്റ്റാൻഡർമാർ ചൂടാവും. എന്നാൽ ഡോക്ടർമാരോടും ആശുപത്രി മുതലാളിയോടും ആ സമീപനമല്ല. ഇവരേതോ കൂലിപ്പണിക്ക് നിൽക്കുന്ന ആളുകളെപ്പോലെ നക്കാപ്പിച്ച കാശിനു വേണ്ടി പകലന്തിയോളം പാടുപെടുന്ന അവരുടെ വിയർപ്പും ജീവിതവുമാണ് നിങ്ങൾ വലിയ സുഖലോലുപതയിൽ കഴിയുകയും നിങ്ങളുടെ സ്ഥാപനങ്ങൾ വലിയ നഷ്ടമായതുകൊണ്ടാണല്ലോ വലിയ വലിയ അമേരിക്കൻ കുത്തക കമ്പനികൾ വന്ന്
നിങ്ങൾ കൊള്ള ചെയ്യുന്നതിൻ്റെക്കാൾ കൂടുതൽ ഞങ്ങൾ എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് നോക്കി അവരൊക്കെ വൻ കോടികൾ തന്ന് നിങ്ങളുടെ സ്ഥാപനങ്ങൾ വാങ്ങുന്നത് നഷ്ടത്തിലായതുകൊണ്ടാണെന്ന് ഈ അരിയാഹാരം കഴിക്കുന്ന ഒരു മലയാളിയെയും പറഞ്ഞ് നിങ്ങൾ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് ഔത്തുങ്ങൾക്ക് എന്തെങ്കിലും ശമ്പളം കൊടുക്കാൻ നോക്ക്. ഇനി അതങ്ങ് തടസ്സപ്പെടുന്നതുകൊണ്ട് കുറേ പേർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അതങ്ങ് നന്മയായി കരുതി ഒരുപാട് പേർ ക്ഷമിച്ചുകൊള്ളും. നിങ്ങൾ വല്ലാതെ വേവലാതിപ്പെടണ്ട.